ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പോപ്പുലർ സന്തോഷ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും അതിർത്തികൾ പങ്കിടുന്ന അതിമനോഹരമായിട്ടുള്ള നമ്മുടെ മലബാറിലെ ഗവിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. കക്കാടംപൊയിലിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. കാരണം ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് റിസോർട്ടുകളും അതുപോലെ തന്നെ വാട്ടർ തീം പാർക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ദിനംപ്രതി ഒരുപാട് ടൂറിസ്റ്റുകൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ഒട്ടനവധി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരുപാട് ഫെസിലിറ്റീസും വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും അതിർത്തികൾ പങ്കെടുക്കുന്നതാണെങ്കിലും നമ്മളിപ്പോ ഈ കാണിക്കുന്ന ഭൂമി കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു 19 ഏക്കർ സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പിലുള്ള വ്യൂ ആട്ടോ. ഈ 19 ഏക്കറുടെ ടോപ്പിലുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരിശുമലയിലൊക്കെ ചെന്ന പോലെ തന്നെയുള്ള ഒരു ഫീലാണുള്ളത്. നല്ല വിവിധ ഇനം ഫ്രൂട്ട്സ് തൈകളുള്ള ഫ്രൂട്ട്സ് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടാണ് കേട്ടത്. നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താട്ടോ. ഇതൊക്കെ ഫുള്ള് റംബുട്ടാന്റെ മരങ്ങളാണ്. ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഓറഞ്ച് മുതൽ എല്ലാ തരം ഐറ്റവും ഉണ്ട്. റംബുട്ടാനും മാങ്കോസ്റ്റ്, ഇതിലൊക്കെ നിറയെ കായകളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ആണ്. ഈ കാണുന്ന ചാമ്പയാണ്, നിറയെ കായ്ച്ചുണ്ട്. അത് പിന്നെ കോമൺ ആയിട്ട് എല്ലാ ഭാഗത്തും കാണുന്ന തന്നെയാണ്. ഒരുപാട് വെറൈറ്റി മാവിൻ തൈകളുണ്ട്. അതുപോലെ തന്നെ പല ഇനം ഫ്രൂട്ട്സുകൾ ഉണ്ട്. പലതിന്റെയും പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നമ്മൾ ഈ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഫാഷൻ ഫ്രൂട്ട് ആട്ടോ. ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് അവരിങ്ങനെ നെറ്റിട്ടിട്ട് അതിന് മുകളിൽ വളർത്തിയാണ്. ചളറാണ് ചളറ്. ഈ കാണുന്നത് നമ്മുടെ ചുവന്ന പേരക്ക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മൊത്തം ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഫ്രൂട്ട്സ് തൈകളാണ്. തൈകൾ മീൻസ് കായ്ക്കുന്നതാണ്. ഔക്കാഡ, അതുപോലെ തന്നെ റംബുട്ടാന്, മാങ്കോസ്റ്റ്, ഒരുപാട് പേര ഇനങ്ങള്, മാവിനങ്ങള്, അങ്ങനെ നമുക്ക് പേരറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സ് തൈകളും കായകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ ചെറിയൊരു ഫാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ യെച്ചൂരി പശുക്കളാണ് ചേട്ടാ. യെച്ചൂരിയിൽ ഇനത്തിൽ പെട്ടാണ്. ഇത് യെച്ചൂരി അതിന്റെ കാളയാണ് അല്ലേ? കാള. ഇത്ര വലുതാവുള്ളൂ അല്ലേ? ഇത്ര മാക്സിമം വലിപ്പമാണ്. വളക്കുടി ചെറി 50,000 ലിറ്ററിന്റെ. ഇതിലിപ്പോഴേ നമ്മള് ഈ സൈഡില് പിന്നെ മാങ്കോസ്റ്റ്, ഒരു സൈഡ് റംബുട്ടാൻ ഒക്കെ നല്ല കായ്ക്കണാണ് അല്ലേ? എല്ലാം നന്നായിട്ട് കായ്ക്കുന്ന ജാതിയൊക്കെ ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട്. ജാതിയൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചൊക്കെ കേട്ടോ. അതിലൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചൊക്കെ. ഈ മാങ്കോസ്റ്റ് ഒക്കെ നമ്മളെങ്ങനെ ഇവിടുന്ന് കയറ്റി അയക്കലാണല്ലോ അല്ലെ? കയറ്റി അയക്കുക. ഈ കാണുന്നത് ഇതല്ലേ നമ്മളെ പിന്നെ ഔക്കാട? ഔക്കാട നിറയെ പൂത്തുണ്ടല്ലോ. അത് ഇങ്ങനത്തെ ഒരുപാട് മരങ്ങൾ അവിടെ ഉണ്ട്. 100 ചില മരങ്ങളുണ്ട്. 100 ചില്ലാനം മരങ്ങളുണ്ട്. റംബുട്ടാൻ എത്രയാണ്? റംബുട്ടാൻ 250 റംബുട്ടാന്, പിന്നെ 300 മാങ്കോസ്റ്റ്, പിന്നെ കുറച്ച് തെങ്ങുണ്ട് അല്ലേ? തെങ്ങുണ്ട്, കുരുമുളകുണ്ട്. മൊത്തം ഏകദേശം 20 ഏക്കറിന്റെ അടുത്താണ് അല്ലേ? 19 ഏക്കർ. 19 ഏക്കർ. പിന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ ഏകദേശം ഒരു 2000 അടി ഉയരത്തിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. നമ്മൾ കോഴിക്കോട്ട് നിന്ന് വരുമ്പോ ഈ മെയിൻ റോഡിന്റെ അടുത്ത് തന്നെയാണിത്. ഈ ജംഗ്ഷൻ എന്താ പറയാ? താഴേക്കക്കാട് അങ്ങാടിക്ക് അടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടിയില്. ടാർ റോഡിന് ചേർന്ന് കൊണ്ടാണ് ഉള്ളത്. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇവിടെ ഉള്ളത്? കൂടുതലായിട്ടുള്ള മാങ്കോസ്റ്റിൻ, റംബൂട്ടാന്, മാവുണ്ട്, കാപ്പി, കുരുമുളക്, ഒട്ടനവധി ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് പേരറിയാത്ത ഫ്രൂട്ട്സ് വരെ ഇവിടെ ഉണ്ട്. പിന്നെ നാച്ചുറൽ മീൻകുളം ഉണ്ട്. നാച്ചുറൽ ആയിട്ടൊരു മീൻകുളം ഉണ്ട്. അത് നമുക്ക് മുകളിൽ നിന്ന് വെള്ളം ഇവിടെ വന്ന് ചാടുന്നതാണ് അല്ലെ? പിന്നെ നല്ല പൈപ്പിന് ഏറ്റവും മുകളിൽ വരെ ചെറിയെത്തും. ഏറ്റവും വേണ്ടേ 19 ഏക്കറിന്റെ മുകളിൽ നിന്ന് തൊട്ട് നനച്ച് എല്ലാം ട്രിപ്പിട്ടൊക്കെ എല്ലാ സ്ഥലക്കടെ വളമെത്തും. എല്ലാം ജോഡിക്കട വളമെത്തൂല്ലേ? ഒരാളിന്റെ ആവശ്യമില്ല പിടിച്ച് നനയ്ക്കാൻ. ഇതിലൊരു ചെറിയ വീടുണ്ട് കേട്ടോ. ഒരു 4 ബെഡ്റൂമോട് കൂടിയ നല്ല ടെറസിന്റെ ഒരു ചെറിയൊരു വീടുണ്ട്. ഈ
ഈ വീടിന്റെ ഒരു സൈഡിലായിക്കൊണ്ട് നമ്മളെ മോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമൊക്കെ ഇവര് ശേഖരിച്ചുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ ഒരു കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുളവും പിന്നെ നല്ല രീതിയിൽ തന്നെ അത് പടുത്ത് അതിന് കുറെ മീനിലൊക്കെ ഇതിന്റെ ഉള്ളിൽ അവർ വളർത്തുന്നുണ്ട്. ഈ മീൻകുളത്തിന് കുറുകെ ഒരു പാലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സൈഡിലായിട്ട് നല്ലൊരു ബേർഡ്സിനെ ഒക്കെ വളർത്തിയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒരു പക്ഷിക്കൂടൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഈ മീൻകുളത്തിന്റെ നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു പച്ചക്കറിത്തോട്ടം ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, പച്ചമുളക്, അതുപോലെ വെള്ളരി, വെണ്ട, കുമ്പളം, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ കാണുന്നത് ലച്ചിയാണെന്ന് തോന്നുന്നുണ്ട്. ലച്ചി പൊതുവെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കായ്ക്കാറുള്ളത്. ഇവിടെ ചെറിയൊരു നഴ്സറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഭൂമി വാങ്ങുന്ന ആളുകൾക്ക് ഇത് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം പർപ്പസിന് പറ്റും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കക്കാടംപൊയിൽ എന്ന് പറയുമ്പോൾ റിസോർട്ട് പർപ്പസിന് എന്തായാലും വളരെ അനുയോജ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ താഴെ കക്കാടാണ്. മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഇതുള്ളത്. ഇവിടെ ഫ്രണ്ടിലൊക്കെ ലക്ഷങ്ങൾ വിലയുള്ള ഒരു ഏരിയയിലാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലുള്ള ഒരു പർപ്പസിനാണ് ഏറ്റവും അനുയോജ്യം. ഇനി അതല്ല, ഇത്തരം കൃഷികളായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുരുമുളക്, ജാതി, ഒരുപാട് ഫ്രൂട്ട്സ്, തെങ്ങ് എല്ലാം ഉള്ളതായതുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും പറ്റും. അതല്ല, ഇനിയിപ്പോ 5 ഏക്കറ 2 ഏക്കറ 3 ഏക്കറ ഒക്കെ ആയിട്ട് റോഡ് വിട്ട് മുറിച്ച് കൊടുക്കാൻ പ്ലാനുള്ള ആളുകൾക്കാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും ഇത് വളരെ അനുയോജ്യമാണ്. ഈ പ്രോപ്പർട്ടി വാങ്ങാനോ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ അന്വേഷിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി പോപ്പുലർ സന്തോഷം എന്ന നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ.